പൂരിൽ കാലുവാരിയവർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പി വി അൻവർ. തോൽവിയെക്കുറിച്ച് UDF അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടിട്ടും നടപടിയില്ലാത്തതാണ് അൻവറിന്റെ അതൃപ്തിക്കുള്ള കാരണം. ഇതിനിടയിൽ സ്ഥാനാർത്ഥി നിർണയം പാളിയതാണ് ബേപ്പൂരിലെ തോൽവിയെ കാരണമായതെന്ന DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിന്റെ പ്രസ്താവനയും അൻവറിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ബെൻസൺ ബാബു വിവരങ്ങളുമായി ചേരുന്നു. ബെൻസൺ, ഗുഡ് മോർണിംഗ് ബെൻസൺ. ഈ പി വി അൻവർ ഇടതുമുന്നണിയിൽ വലിയ തലവേദനയായിരുന്നു. പിന്നീട് ഇടതുമുന്നണിയിൽ നിന്നും പുറത്തിറങ്ങി സ്വതന്ത്രമായി നിന്നു. പിന്നീട് TMCക്കൊപ്പം പോയി. അതിനൊക്കെ ശേഷം തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ UDFന് ഒപ്പം ചേർന്നു. UDFന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. താനാകും ഇത്തവണത്തെ ബേപ്പൂരിന്റെ സുൽത്താൻ എന്ന് പറഞ്ഞു. ബേപ്പൂരിൽ മത്സരിച്ചു. പക്ഷേ അദ്ദേഹത്തിന് അവിടെ ക്ലച്ച് പിടിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ ഏറ്റവും ഒടുവിൽ അദ്ദേഹം തന്നെ പറഞ്ഞത് തനിക്ക് പാളയത്തിൽ പടയായിരുന്നു, തന്നെ പലരും മനഃപൂർവ്വം പരാജയപ്പെടുത്തിയെന്നാണ്. അതും DCC അധ്യക്ഷന്റെ പ്രസംഗമടക്കം പങ്കുവെച്ചുകൊണ്ട്. ഇപ്പൊ ഇതിൽ UDFന്റെ അടുത്ത നീക്കം എന്തായിരിക്കും ബെൻസൺ? ഇപ്പൊ നിലവിൽ പി വി അൻവറിന്റെ അനുകൂലിച്ചോ അതല്ലെങ്കിൽ കൈവിട്ടുകൊണ്ടോ വലിയ പ്രസ്താവനയൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇനി ഈ നിലയ്ക്ക് അധികകാലം UDFന് പോകാനും കഴിയില്ല. അപ്പോൾ നമ്മൾ ഈ ഘട്ടത്തിൽ എന്ത് പ്രതീക്ഷിക്കണം? എന്തായിരിക്കും പി വി അൻവറിന്റെ മനസ്സിൽ, UDFന്റെ മനസ്സിൽ? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം പി വി അൻവറിന്റെ കഴിഞ്ഞ കുറെ നാളത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം കേരള സമൂഹത്തിന് മുൻപിൽ ഉള്ളതാണ്. അപ്പോൾ ഏത് നിലയിൽ അദ്ദേഹം ഓരോ വിഷയങ്ങളിലും പ്രതികരിക്കുമെന്നുള്ളത് മലയാളികൾക്ക് ഒന്നടങ്കം അറിയാം. എന്ത് തന്നെയാണെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു തുറന്ന പോരാട്ടത്തിന് തയ്യാറെടുത്ത് തന്നെയാണ് പി വി അൻവർ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ കാരണം ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ തന്നെ, അതിന്റെ പ്രചാരണ ഘട്ടത്തിൽ തന്നെ പി വി അൻവറിന് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലായിരുന്നു. ഏതോ തരത്തിലൊരു പാളയത്തിൽ പട തന്റെ മണ്ഡലത്തിൽ തന്നെ നടക്കുന്നുണ്ട്, തനിക്കെതിരെ തന്റെ മണ്ഡലത്തിൽ തന്നെ കൂടെയുള്ള ആളുകൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് അന്ന് തന്നെ മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അന്ന് കാര്യമായിട്ടുള്ള പ്രതികരണങ്ങൾ ആ വിഷയത്തിൽ നടത്താതെ അദ്ദേഹം മുൻപോട്ട് പോയിട്ടുണ്ടായിരുന്നത്. തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷവും അത്തരത്തിൽ വൈകാരികമായ പ്രകടനങ്ങളോ അല്ലെങ്കിൽ പ്രതികരണങ്ങളോ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹവുമായി അടുത്ത ആളുകളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് DCC പ്രസിഡന്റും കൊയിലാണ്ടി MLA പ്രവീൺ കുമാറിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു പ്രസ്താവന വരുന്നതും അതിനെ വലിയ വിവാദമാക്കാനുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നതും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ UDFനുള്ളിൽ തന്നെ, പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ളിൽ തന്നെ വിഭിന്ന അഭിപ്രായങ്ങൾ നേതാക്കൾക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില നേതാക്കൾ പറയുന്നു പി വി അൻവർ തന്നെയായിരുന്നു ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി, മണ്ഡലത്തിലെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി അത് പി വി അൻവർ തന്നെയായിരുന്നു എന്നുള്ളത് ചില നേതാക്കൾ പറയുമ്പോൾ, എന്നാൽ ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു ചെറിയ പാളിച്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ചില നേതാക്കളും പറയുന്നുണ്ട്. പക്ഷെ അവർ ഒരു പരസ്യ പ്രതികരണത്തിലോട്ടൊന്നും എത്തിയിട്ടില്ല എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചർച്ച പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് UDFന് വളരെ മേൽക്കൈയുള്ള, അതായത് ഈ ബേപ്പൂർ മണ്ഡലത്തിൽ UDFന് വളരെ മേൽക്കൈയുള്ള പ്രദേശങ്ങളാണ് ഫറൂഖ്, രാമനാട്ടുകര അടക്കമുള്ള പ്രദേശങ്ങൾ. അപ്പോൾ ആ പ്രദേശങ്ങളിൽ വലിയ വോട്ട് വിഹിതം തനിക്ക് ലഭിക്കും, അങ്ങനെ ഒരു വിജയത്തിലേക്ക് എത്താമെന്നൊരു പ്രതീക്ഷയായിരുന്നു അൻവറിനുണ്ടായിരുന്നത്. പക്ഷേ മറ്റിടങ്ങളിലെല്ലാം തന്നെ കാര്യമായി വോട്ട് നേടാൻ സാധിച്ചെങ്കിലും UDFന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായിട്ടുള്ള ഈ രാമനാട്ടുകരയിലും ഫറൂഖിലും ഉൾപ്പെടെ കാര്യമായി വോട്ട് വിഹിതം കുറഞ്ഞത് ഇത്തരത്തിലൊരു കാലുവാരൽ തനിക്കെതിരെ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് അൻവർ കരുതുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ അതേ ഘട്ടത്തിൽ തന്നെ മുതിർന്ന നേതാക്കൾക്ക്, UDFിലെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിലെയും മുതിർന്ന നേതാക്കൾക്ക് അൻവർ ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട്, ഈ കണക്കുകളെല്ലാം തന്നെ വെച്ചുകൊണ്ട് പരാതിയൊക്കെ നൽകിയിരുന്നു. പക്ഷേ ആ പരാതിയിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കാനോ അതിലൊരു ചർച്ച ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകാൻ ഈ നേതാക്കൾ ആരും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് അൻവറിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പരാതി. അപ്പോൾ അൻവറിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം ഇപ്പോൾ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. അൻവർ ഇപ്പോൾ നാട്ടിലില്ല. അദ്ദേഹം നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു തുറന്ന പോരാട്ടത്തിലേക്ക് പോകുമോ എന്ന സംശയത്തിലാണ് ഈ നേതാക്കൾ ഉൾപ്പെടെയുള്ളത്. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് അടിയന്തരമായി തന്നെ അൻവറുമായി സംസാരിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുക എന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നേതാക്കൾക്കിടയിൽ നടക്കുന്നത്. സേതുലക്ഷ്മി. ഓക്കെ, ശരി ബെൻസൺ, ശരി. അപ്പം അൻവറിനെ എങ്ങനെ വിശ്വാസത്തിലെടുക്കുക, അൻവറിനെ എങ്ങനെയാവും കൂടെ കൂട്ടുക, അൻവറിനോട് എന്തൊക്കെയാകും ഇനി നേതാക്കൾ പറയാൻ പോകുന്നത് എന്നുള്ളതാവും വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്നറിയാം. ഒരു പക്ഷേ വരും മണിക്കൂറുകളിലും. പ്രിയപ്പെട്ട